നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമാണ്, തനിനാടൻ തേങ്ങാപ്പാലൊഴിച്ച അരിപ്പായസം അഥവാ അരിപ്രഥമനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള മധുരം തന്നെ ആവട്ടെ അല്ലേ. തേങ്ങാപ്പാൽ ഒഴിക്കാത്ത ശർക്കര പായസത്തിൻ്റെ അഥവാ അരിപ്പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വേറൊരു വേർഷനാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ തേങ്ങാപ്പാലാണ്. അപ്പം നമുക്കിവിടെ തേങ്ങാപ്പാലിൻ്റെ 3 പാല് നമുക്ക് വേണം, അതായത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അപ്പം ഞാനിവിടെ 1-ാം പാല് 1 കപ്പ്, തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2-ാം പാല് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3-ാം പാലാണ്. 3-ാം പാല് ഇവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ മെഷർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പിഴിഞ്ഞെടുത്ത പാലാണ് 1-ാം പാല്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തെടുത്തതാണ് 2-ാം പാല്. വീണ്ടും ബാക്കി വെള്ളം ചേർത്ത് കുറച്ച് നേരം ചൂടാക്കി എടുത്തതാണ് 3-ാം പാല്. പിന്നെ ഇതാണ് അരി. അപ്പോൾ ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് പായസം റൈസ്. ഇപ്പോൾ 1 കപ്പ് ഉണക്കലരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണക്കലരി എടുക്കുമ്പോൾ അതെടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചരി ഇതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷെ ഉണക്കലരി ആയിരിക്കും കുറച്ചുകൂടെ നല്ലൊരു നാടൻ ടേസ്റ്റ്, അതായത് പായസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഉണക്കലരി വെച്ച് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാവുന്നതാണ്. അപ്പോൾ അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉമി പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകുക, തെളിഞ്ഞ വെള്ളം കിട്ടുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകിയെടുത്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിനുള്ള അരിയുടെ കണക്കാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഏകദേശം ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കിലോ ശർക്കര ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിന് എടുക്കുക. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ചില ശർക്കരയൊക്കെ നല്ല മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എനിക്കിവിടെ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളിയുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുകി എടുത്തിരിക്കുന്ന ഉണക്കലരി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3-ാം പാല് ഒഴിച്ചിട്ട് നമ്മളുടെ ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരി വേവാൻ ഈ അതായത് പാല് മതിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയിൽ വെള്ളം വറ്റിപ്പോയി പക്ഷെ അരി വെന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരി എങ്ങനെയെങ്കിലും വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതിൽ മുഴുവനും തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇത് മതിയായില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം, അരി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അരി വേവിക്കുന്ന സമയം ഞാൻ ഇതിനകത്തേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ് മതി, ഒരുപാട് ചേർക്കരുത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മളുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ മതിയായില്ല, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഇങ്ങനെ വേവിച്ചെടുക്കുക. ഈ അരി വെന്ത അരിയിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോരാളുടെ എടുക്കുന്ന ശർക്കരയുടെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചെറിയ ശർക്കര ഇട്ടാലും നല്ല മധുരമുള്ള ശർക്കര കാണും, അതേപോലെ തന്നെ ഒരുപാട് ഇട്ടാലും മധുരമില്ലാത്ത ശർക്കരയും കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയുടെ മധുരത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ കറക്റ്റായിട്ടുണ്ട്. എനിക്കിതിന് കറക്റ്റായിട്ടുള്ള മധുരമാണ്. അപ്പോൾ ഞാനത് ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കുക, എന്നിട്ട് അത് അരിച്ചെടുക്കുക. കാരണം അതിലൊക്കെ കരടൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിൽ കടന്നിട്ട് ബാക്കി അരി ഒന്ന് കുറുകി വരണം. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത പ്രൊസീജിയർ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് വേവിക്കാം. അപ്പോൾ വെന്തിട്ട് കാണും, നമ്മൾ ഓൾറെഡി അരിയൊക്കെ വെന്ത് കാണും, പക്ഷേ ഈ ശർക്കരയിൽ കിടന്നതൊന്നും കുറുകണം. ഇപ്പോൾ ഉരുളിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാന്ന് നോക്കിക്കേ, ഞാൻ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ നനവുണ്ട്, അത് ഈ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടാത്തത്. ഉരുളിയിലാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാൻ പറ്റും, മുഴുവനായിട്ടും വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചില പേർക്ക് നെയ്യ് അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് നമ്മളത് വറുത്ത് ചേർക്കുമ്പോൾ നെയ്യ് ആഡ് ചെയ്യും. അപ്പോൾ അതുകൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇവിടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെ നിർത്തും അല്ലേ? അപ്പോൾ ഇത്ര കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതുവരെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അരിപ്രഥമൻ്റെ പ്രൊസീജിയറാണ്. അതായത് നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുന്ന പായസമാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക്, അതായത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്ത പാല് ഒഴിച്ചു കൊടുക്കണം. അതായത് തേങ്ങയുടെ 2ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ചിട്ട് അതിൽ കിടന്നിട്ട് ബാക്കി ഈ അരി നന്നായിട്ടൊന്ന് കുറുകി വരണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നിങ്ങൾ ഉരുളിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ചുവന്ന കളറിലുള്ള ഒരു പദം നിങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഉരുളിയിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ആ പാകം വരുന്നത് വരെ നിങ്ങളതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് കിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാൻ പറ്റില്ല നോൺ സ്റ്റിക്കിൽ. പിന്നെയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനിതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ ചെയ്യുന്നവർക്ക് ആ ഒരു ചുവന്ന പദം കാണാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകണം. ആ ഒരു അരിയൊക്കെ ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ടൊന്ന് കുറുകണം. അപ്പോൾ നല്ല മണമാണ് ഇവിടെ, നെയ്യുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല മണമാണ്. അപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളുടെ 2ാം പാൽ ഒഴിച്ചിട്ട് പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, കുറച്ച് കട്ടിയായിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 മുതൽ 4 ഏലക്ക വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 3 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ഏലക്കായ ആണെങ്കിൽ ഒരു 4 ഏലക്ക വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 കൂടെ പൊടിച്ചത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇത് 3 കൂടി 1/2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല മണമാണ് ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു മണമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 1ാം പാലാണ്. അപ്പോൾ 1ാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല ചൂടിൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ 1ാം പാൽ. അപ്പോൾ 1ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് 1ാം പാലിലേക്ക് ഈ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ പായസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കട്ടിയായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് സാധാരണ അരിപ്പായസത്തിൽ നിന്ന്. അപ്പോൾ അതാ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തിടണം. അപ്പോൾ സാധാരണ നമ്മൾ പായസത്തിൽ നമ്മൾ കാഷ്യൂനട്ടും മുന്തിരി ഒന്നും ചേർക്കാറില്ല. നാടനായിട്ടുള്ളതിൽ തേങ്ങാക്കൊത്താണ് ചേർക്കാറ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് നെയ്യ്, അതായത് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ സാധാരണ തേങ്ങാക്കൊത്ത് ചേർക്കുന്നതിനേക്കാളും നല്ലത് തേങ്ങാക്കൊത്ത് ചേർക്കുന്നതാണ്. അത് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഈ പായസമായാലും ഉണ്ണിയപ്പമായാലും തേങ്ങാക്കൊത്താണ് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യിൽ ഈ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കാഷ്യൂനട്ടൊക്കെ ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മളുടെ നാടനായിട്ടുള്ള തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ചേർക്കുന്നത് തന്നെയാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച അരിപ്പായസം അഥവാ അരിപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അത് നിങ്ങൾക്ക് താഴെ കമൻറ്റിലായിട്ടോ അഥവാ മെയിലായിട്ടോ അയക്കാം. മെയിൽ അയക്കുവാണെങ്കിൽ satanmenu2017@gmail.com എന്നുള്ള മെയിൽ അയക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെ ചാനൽ സത്തൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകളായിട്ട് വീണ്ടും വരാം. താങ്ക്